ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകക്ഷേമത്തിനും സനാതനധർമ്മ സംരക്ഷണത്തിനും വിശേഷിച്ച് കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളുടെ ഐക്യത്തിനുമായിട്ട് അയ്യപ്പൻ പൂജ, ശാസ്ത ഹോമം, നവഗ്രഹ ആരാധനത്തോട് കൂടിയിട്ടുള്ള ശനി ശാന്തി ഹോമം, പൂർണ്ണാപുഷ്കലാംബ സമേത ഹരിഹരപുത്ര കല്യാണം, ഈ പൂജകളെല്ലാം ഫെബ്രുവരി 22, 23 ശനി ഞായർ ദിവസങ്ങളിൽ ശ്രീവരാഹത്തെ അയോധ്യ മണ്ഡപത്തിൽ വെച്ച് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു. 23 ഞായറാഴ്ച നടക്കുന്ന ശാസ്ത സഹസ്രനാമ അർച്ചനയിൽ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും പങ്കെടുക്കാം എന്നുള്ളത് ഈ പൂജയുടെ ഒരു വിശേഷതയാണ്. ഫെബ്രുവരി 22 ശനിയാഴ്ച നടക്കുന്ന ശാസ്താ പൂജയും ശാസ്താ ഹോമവും അതുപോലെ നവഗ്രഹ പൂജയോട് കൂടിയിട്ടുള്ള ശനി ശാന്തി ഹോമവും ശനിദോഷ പരിഹാരത്തിനായിട്ട് നടത്തുന്നു. ശാസ്താവിൻ്റെ ആരാധനം ശനി ദോഷ പരിഹാരത്തിനായി വളരെ വിശേഷമായി പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 7 ശനി, ഖണ്ഡക ശനി, അഷ്ടമത്തിൽ ശനി, ശനി ദശ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള ശനി ദോഷ പരിഹാരത്തിനായി ശാസ്താ ഹോമത്തിലും ശനി ശാന്തി ഹോമത്തിലും അയ്യപ്പൻ പൂജയിലും എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും പങ്കെടുക്കാം. അതിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമാകാം. അതുപോലെ 23 തീയതി ഞായറാഴ്ച ഹരിഹരപുത്ര കല്യാണം, പൂർണ്ണാപുഷ്കലാംബ സമേത ഹരിഹരപുത്ര കല്യാണം നടത്തുകയാണ്. ധർമ്മശാസ്ത എന്ന് പറയുന്ന ശബരിമലയിലെ അയ്യപ്പൻ ശാസ്താവിൻ്റെ 8ാമത്തെ അവതാരങ്ങളിൽ പെടുന്നു. 8ാമത്തെ അവതാരമാണ്. ആ അയ്യപ്പൻ ബ്രഹ്മചാരിയാണെങ്കിലും ശാസ്താവിൻ്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ആദിശാസ്ത പൂർണ്ണാപുഷ്കലാം എന്നുള്ള 2 പത്നിമാരോട് കൂടിയാണ് പുരാണങ്ങളിൽ കാണപ്പെടുന്നത്. പൂർണ്ണ പുഷ്കല രണ്ടുപേരും നേപ്പാളിലെയും വഞ്ചിനാട് കേരളത്തിലെയും രാജകുമാരിമാർ ആയിരുന്നു എന്ന് സ്കാന്ദപുരാണത്തിൽ നമുക്ക് കാണാം. ഈ ശൂരപത്മൻ എന്നുള്ള അസുരൻ്റെ ഉപദ്രവം കാരണം ഇന്ദ്രപത്നിയായ ഇന്ദ്രാണി ഭയം പ്രകടിപ്പിക്കുമ്പോൾ ഇന്ദ്രൻ ശാസ്ത എന്നുള്ള ഒരു ദേവതയുണ്ടെന്നും അങ്ങനെ ആ ശാസ്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണാപുഷ്കലയോട് കൂടി ആദിശാസ്താവ് അവർക്ക് ദർശനം കൊടുത്തതായും പുരാണത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹരിഹരപുത്ര കല്യാണം പദ്ധതി ഒരുപാട് പണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം നാമസങ്കീർത്തന വിധാനത്തിൽ ലോകക്ഷേമത്തിനായിട്ട് അന്ന് ഹരിഹരപുത്ര കല്യാണവും നടത്തുന്നുണ്ട്. ഈ എല്ലാ പൂജകളിലും ഹവനത്തിലും എല്ലാ സനാതനധർമ്മ വിശ്വാസികളും പങ്കെടുത്ത് ശാസ്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സ്വാമി ശരണം.